ഞാനിപ്പോൾ വിളിക്കുന്ന ഹറാമാണെങ്കിൽ ഒരു നിർബന്ധിത മൗലവി പറഞ്ഞാൽ 5 ഷഹീദ് ഉണ്ട്, അതിലൊന്ന് വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്നവൻ്റെ മരണമാണ്. ആ സമയത്ത് പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ വിളിച്ച വിളിയിൽ അഥവാ ഹറാമായൊരു വിളിയാണെങ്കിൽ ആ വിളിയിൽ കിട്ടുന്ന ഇളവ്, ആ ഇളവ് എനിക്ക് കിട്ടുമല്ല. എന്തുകൊണ്ട്? അത് പറഞ്ഞുതരാം. ആദ്യം ചോദിച്ചാൽ പോലെ നിർബന്ധിതാവസ്ഥയിൽ ഒരു ഹറാമിൽ ഇളവുണ്ട്. ആ ഇളവ് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടൂല. കാരണം നിങ്ങൾ ആ സമയത്ത് ഈ പറഞ്ഞ നിർബന്ധാവസ്ഥ നിങ്ങൾക്കില്ല. എന്തുകൊണ്ട്? നിർബന്ധാവസ്ഥയിൽ ഇളവ് എന്ന് പല മനുഷ്യന്മാരും മനസ്സിലാക്കി എന്തറിയോ? നിർബന്ധം സാധാരണ ഒരാൾ പട്ടിണി കിടന്ന് മരിക്കാൻ പോവുകയാണ്. അപ്പോൾ അതെ ശരി, ഞാൻ ഉദാഹരണം പറയട്ടെ. ഒരാൾ പട്ടിണി കിടന്ന് മരിക്കാൻ പോകുന്നു, അയാൾക്ക് ഭക്ഷണമൊന്നുമില്ല, പന്നിമാംസം മാത്രമേ ഉള്ളൂ. അയാൾക്ക് എന്ത് ചെയ്യാം? അയാൾ ജീവൻ നിലനിർത്താൻ ആവശ്യമായത് മനപ്രയാസത്തോടു കൂടി അയാൾക്ക് എന്ത് ചെയ്യാം? കഴിക്കാം. ആ കഴിച്ചിരിക്കുമ്പോൾ കുറച്ച് മദ്യം അവിടെ ഉണ്ട്. അപ്പോൾ ഓൻ മനസ്സിലാക്കി ഞാൻ ഇപ്പോൾ ഏതാണ്ട് നിർബന്ധാവസ്ഥയല്ലേ, എന്നാൽ അപ്പോൾ ഇതും കുടിക്കുക. അത് പറ്റുമോ? ഇല്ല. പറഞ്ഞു കേട്ടെ, ആ സമയത്ത് ഒരു പെണ്ണിലൂടെ പോകുന്നുണ്ട്, ഞാൻ നിർബന്ധാവസ്ഥയാണ്, എന്നാൽ പിന്നെ ഒന്ന് വ്യഭിചരിക്കുക. അത് പറ്റുമോ? ഇല്ല. ഏത് വിഷയത്തിലാണോ നിർബന്ധാവസ്ഥ ഉള്ളത് ആ വിഷയത്തിലാണ് ഇളവുള്ളത്. പുഴയിൽ മുങ്ങുന്ന മനുഷ്യനെ സംബന്ധിച്ച് ജിന്നിനെ വിളിക്കുക എന്ന നിർബന്ധാവസ്ഥ ഒരിക്കലും വരുന്നേ ഇല്ല. അവൻ അള്ളാനെ വിളിച്ചാൽ മതി, അള്ളാനെ വിളിച്ചാൽ മതി. പിന്നെ വിളി കേൾക്കാൻ അള്ളാഹു ഇല്ലാത്ത ഘട്ടം വരുമ്പോഴാണ് മറ്റേ വരുന്നത്. അതില്ലല്ലോ. നിർബന്ധാവസ്ഥ ആ വിഷയത്തിൽ ഒരാൾക്ക് എന്തില്ല? നിർബന്ധാവസ്ഥ ഇല്ല. ആ നിർബന്ധാവസ്ഥയിൽ ഓൻ അള്ളാനെ വിളിക്കാം. അള്ളാനെ വിളിക്ക ഏത് മനുഷ്യനെ വിളിച്ചാൽ എഴുതുക എന്നാ കുറ്റക്കാരനാവോ? മനുഷ്യനെ വിളിക്കുക എന്നുള്ളത് നിർബന്ധാവസ്ഥ മാത്രം അനുവദിക്കപ്പെടുന്നതാണോ? അല്ല. മനുഷ്യനെ വിളിക്കാൻ പറഞ്ഞുതരാം. മനുഷ്യനെ വിളിക്കുക എന്നുള്ളത് നിർബന്ധാവസ്ഥ അനുവദിക്കപ്പെട്ട കാര്യമല്ല. അത് ആദ്യമുള്ള ഹറാമുമല്ല. മനുഷ്യനെ വിളിക്കുക എന്നുള്ളത് അസ്ലിയായിട്ട് ജായിസാണ്. അതുകൊണ്ട് അത് നിർബന്ധാവസ്ഥയ്ക്ക് മാത്രം വെക്കേണ്ടതുമല്ല. എന്നാൽ ഇത് അസ്ലിയായിട്ട് ജായിസല്ല. ഇത് അസ്ലിയായിട്ട് ജായിസല്ല, ഹറാമാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഇത് പറഞ്ഞു കേട്ടെ, നിങ്ങൾ ഉത്തരം കേൾക്കി. സഹോദര, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് ഭാവിയിലും ഇത് കേൾക്കുന്ന ആളുകൾക്ക് പഠനാർഹമാകണം എന്ന സതുദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് മൈക്ക് കയ്യിലെത്തുമ്പോഴാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അത് മൗലവി എന്താണോ പറയുന്നത് വളരെ വ്യക്തമായി വീക്ഷിക്കണം. നിങ്ങൾ അത് കേൾക്കേണ്ടതുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മൈക്ക് നിങ്ങളെടുത്ത് തരൂ. അപ്പം നിങ്ങൾ ചോദിക്കുക പ്ലീസ്. ഒരു മനുഷ്യനെ വിളിക്കുക എന്നുള്ളത് അസ്ലിയായി ജായിസാണ്. അതുകൊണ്ട് നിർബന്ധാവസ്ഥ അയാൾക്ക് അത് അനുവദിക്കപ്പെടുക എന്നൊരു വകുപ്പ് വരുന്നില്ല. അയാൾക്ക് എപ്പോഴും അത് അനുവാദം തന്നെയാണ്. ജിന്നിനെ വിളിക്കുക എന്നുള്ളത് അയാൾക്ക് അസ്ലിയായി ജായിസല്ല, ഹറാമായ കാര്യമാണ്. അതുകൊണ്ട് ഇനി ആലോചിക്കാനുള്ള എന്താണ്? നിർബന്ധിത സമയത്ത് ഈ ഹറാം ചെയ്യാൻ പറ്റുമോ എന്നാണ്. ഈ വിഷയത്തിൽ അയാൾക്ക് ഒരിക്കലും ഒരു നിർബന്ധ സാഹചര്യം വരുന്നില്ല. ഏതുപോലെ വ്യഭിചരിക്കുക എന്നുള്ള ഹറാമാണ്. ഒരുത്തൻ ചോദിക്കുക നിർബന്ധ സാഹചര്യം വ്യഭിചരിക്കാൻ പറ്റുമോ ചോദിച്ചാൽ അതിനിപ്പോൾ എന്താ നിർബന്ധ സാഹചര്യം ഉള്ളത്? നിർബന്ധിത സാഹചര്യം എന്താ വ്യഭിചരിക്കാനുള്ളത്? അതിന് വരുന്നില്ലല്ലോ. അപ്പം നിർബന്ധിത സാഹചര്യം വരുന്നിടത്താണ് ആ ഇളവുള്ളത്. ഇതിൽ നിർബന്ധിത സാഹചര്യമില്ല. ഇയാൾക്കുള്ളത് എന്താണ്? ഒന്ന്, ഇയാൾക്ക് മുമ്പേ ജായിസ് ആയതുണ്ട് മനുഷ്യന്മാരെ വിളിക്കുക, അതുപോലെ ഇപ്പോഴും ജായിസ്, അല്ലാത്തപ്പോഴും ജായിസ്. മറ്റൊന്ന് പറയുന്നത് കാര്യകാരണത്തിന് അതീതമായി റബ്ബിനോട് തേടുക, അതിന് ഒരു തടസ്സവും അവന് വിടില്ല. എങ്കിൽ പിന്നെ ഈ ജായിസും അവിടെ ഉണ്ട്, ഈ പറഞ്ഞ ഇബാദത്തും അവിടെ ഉണ്ട്. ഇതിനിടയിൽ പിന്നെ ഒരു ഹറാമ് ചെയ്യണ നിർബന്ധിത ഘട്ടം ഓനെ സംബന്ധിച്ച് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹറാമാണെങ്കിൽ ആ സമയത്ത് അത് ഹലാലാവൂല എന്ന ആ സങ്കല്പം തന്നെ തെറ്റാണ്. ഇരുമ്പ് നേരത്തെ പറഞ്ഞ് മുഴുവനാക്കേണ്ടതുണ്ട്. അതായത് ആ ഒരു വെള്ളത്തിലേക്ക് ഒരു ജിന്ന് മുങ്ങും എന്നൊരാൾ വിശ്വസിച്ചാൽ അത് ശിർക്കല്ല. എന്നാൽ വെള്ളത്തിലേക്ക് മൊയ്തീൻ ശൈഖ് കൊണ്ട് വന്ന് മുങ്ങും എന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കാണ്. ഒരു ജിന്ന് ബിൽഡിംഗ് ഉണ്ടാക്കുന്ന വിശ്വസിച്ചാൽ അത് ശിർക്കല്ല. ഈ വീട് മൊയ്തീൻ ശൈഖ് ഉണ്ടാക്കിയതാ വിശ്വസിച്ചാലോ ശിർക്കാണ്. ഒരു വീട് നമ്മൾ കണ്ടു, ഈ വീട് ജിന്നുണ്ടാക്കിയതാണ് എന്ന് ഒരുത്തം വിശ്വസിച്ചാൽ ആ വിശ്വാസത്തിൽ ശിർക്കില്ല. ചിലപ്പോൾ ഓൻ അബദ്ധം പറ്റിയേക്കാം, വെറുതെ ആരെയും പ്രചരിപ്പിച്ച് കെട്ടുകഥയായിരിക്കാം. പക്ഷെ ഒരു ജിന്ന് ആ ബിൽഡിംഗ് ഉണ്ടാക്കാം എന്നുള്ളത് എന്തല്ല, അസംഭവ്യമല്ല, ശിർക്ക് വരുന്നില്ല. അത് ഖുർആൻ കൊണ്ട് ഹദീസും സ്ഥിരപ്പെട്ടു. എങ്കിൽ ഒരു ജിന്ന് പുഴയിലോ കടയിലോ കരയിലോ കുറ്റിക്കാട്ടിലോ എവിടെയെങ്കിലും ഒരു ജിന്നുണ്ടാവുക എന്നുള്ളത് വിശ്വസിച്ചാൽ അതെന്ത് വരുന്നില്ല, ശിർക്ക് വരുന്നില്ല. എന്നാൽ അവിടെയൊക്കെ മൊയ്തീൻ ശൈഖ് ഉണ്ടാവുമെന്ന് വിശ്വസിച്ചാലോ ആ വിശ്വാസം തന്നെ ശിർക്കായി. മഹാവിഷ്ണു ഉണ്ടാവും വിശ്വസിച്ചാലോ
അതും ശിർക്കായി. അപ്പം മഹാവിഷ്ണുവും ജിന്നും ഒരുപോലല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഏതായിരുന്നാലും ജിന്ന് അവിടെ ഉണ്ടാവുക എന്നതോ ജിന്ന് മുങ്ങുക എന്നതോ ജിന്ന് നമ്മളെ കാണുക എന്നതോ അതൊന്നും വിശ്വാസം ശിർക്ക് വരുന്നില്ല. എന്നാൽ ഈ ജിന്നിനെക്കുറിച്ചും ശിർക്ക് വരുന്ന വിശ്വാസം വേറെ ഉണ്ട്. അതെവിടെയാണ്? അവിടെയാണ് അഭൗതികം, അവിടെയാണ് കാര്യകാരണ ബന്ധത്തിനപ്പുറം. അപ്പോൾ ഒരു ജിന്ന് എന്നെ അഭൗതികമായി കാണും എന്ന വിശ്വാസം തന്നെ ശിർക്കായി. ജിന്ന് എന്നെ കാണുമെന്ന വിശ്വാസം ശിർക്കല്ല, ജിന്ന് എന്നെ അഭൗതികമായി കാണും വിശ്വസിച്ച ശിർക്കായി. അപ്പം മൊയ്തീൻ ശൈഖിനെ പോലെയായി. ജിന്ന് ഈ സംസാരം കേൾക്കും എന്ന് വിശ്വസിച്ച ശിർക്കല്ല, എന്നാൽ അഭൗതികമായി സംസാരം കേൾക്കും വിശ്വസിച്ചാലോ ശിർക്കായി. അതെങ്ങനെ മനസ്സിലാവുക? ഏത് സംസാരം ലോകത്ത് എവിടുന്ന് എപ്പോൾ പറഞ്ഞാലും അതൊക്കെ ഒരു ജിന്ന് കേൾക്കുന്നുണ്ട് എന്നാണെങ്കിൽ ആ വിശ്വാസം അഭൗതികം തന്നെയാണ്. കാണുന്നുണ്ട് എന്നാൽ ആ കാഴ്ചയെ പറ്റിയുള്ള വിശ്വാസം അഭൗതികം തന്നെയാണ്, അത് കാര്യകാരണത്തിന് അപ്പുറം തന്നെയാണ്. അതേസമയം ഒരു ജിന്നിന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്തേക്ക് കാഴ്ച ഉണ്ട് എന്നാണെങ്കിൽ നമുക്കറിയില്ല. 10 കിലോമീറ്റർ അപ്പുറത്തേക്ക് കാണാം. ഇപ്പോൾ പൂച്ചക്ക് എന്ത് ചെയ്യും? 1 കിലോമീറ്റർ അപ്പുറത്ത് വരെ സ്മെല്ല് പിടിക്കാൻ കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ നായക്ക് 1 കിലോമീറ്ററിലേറെ ദൂരത്തു നിന്ന് സ്മെല്ല് പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്നപോലെ ജിന്നിന് ഇപ്പോൾ എത്ര ദൂരത്തേക്ക് കാണാൻ കഴിയുക നമുക്കറിയില്ല. കാഴ്ച ഉണ്ടല്ലോ, ജിന്നിന് കണ്ണുണ്ടല്ലോ, കാഴ്ച ഉണ്ടല്ലോ. ഓനെ എത്ര ദൂരത്തേക്ക് കാണുക? ഒരു മീറ്ററേ കാണുള്ളൂ, അതോ 10 മീറ്റർ കാണോ, 100 മീറ്റർ കാണോ, 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് കാണോ? അല്ലാഹു അഅലം. ഏതായാലും ഓനുള്ള കാഴ്ച ഉണ്ട് എന്നൊരുത്തം വിശ്വസിച്ചാൽ അത് ശിർക്കല്ല. അതുകൊണ്ടാണ് നമ്മളെ കാണുന്ന വിശ്വസിച്ചാൽ ശിർക്കാവാത്തത്. എന്നാൽ മൊഹീദ്ദീൻ ശൈഖിന് ഇപ്പോഴോ ഒരു കാഴ്ചയും ഇല്ല, അതുകൊണ്ട് കാണുമെന്ന വിശ്വാസം തന്നെ ശിർക്കായി. എന്നതുപോലെ ജിന്നിൻ്റെ കേൾവി ജിന്നിനുണ്ട്. കാരണം ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ ശൈത്താൻ മണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ കേൾക്കുന്നുണ്ട്. അൽബഖറ ഓതിയ ഓടുന്നു പറഞ്ഞു, അപ്പോൾ കേൾക്കുന്നുണ്ട്. അതേപോലെ അവരെ പായിപ്പിക്കാൻ പറഞ്ഞ ഒരുപാട് സംഗതികൾ, ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കുമ്പോൾ ഇനി നമുക്ക് ഭക്ഷണമില്ല എന്ന് ശൈത്താൻ പറയും, അപ്പോൾ ഈ ബിസ്മി ചൊല്ലുവാൻ കേൾക്കുന്നുണ്ട്. ബിസ്മി ചൊല്ലി വാതിലടച്ചാൽ നമുക്കിനി രാത്രി താമസിക്കാൻ ഇവിടെ പറ്റൂല എന്ന് പറയും, അപ്പോൾ അവൻ കേൾക്കുന്നുണ്ട്. ജോത്സ്യൻ്റെ കാതിൽ വന്ന് മന്ത്രിച്ചു കൊടുക്കും. നബിയോട് ചോദിച്ചു ജോത്സ്യന്മാരെ കുറിച്ച്, നബി തങ്ങൾ പറഞ്ഞു അവർ ഒന്നുമല്ല. അപ്പം ചോദിച്ചു അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയാകുന്നുണ്ടല്ലോ. അപ്പം നബി തങ്ങൾ പറഞ്ഞു അത് ജിന്ന് തട്ടിയെടുക്കുന്നതാകുന്നു, അതിൻ്റെ കൂടെ 100 കളവുകൾ കൂട്ടിച്ചേർക്കും. എന്നിട്ട് ഈ ജോത്സ്യൻ്റെ കാതിൽ കോഴി കുറുകുന്നത് പോലെ കുറുകി മന്ത്രിച്ചു കൊടുക്കും. അപ്പം ഇവൻ ജിന്ന് കുറുകി മന്ത്രിക്കുന്നത് ജോത്സ്യൻ കേൾക്കുന്നു. അതുകൊണ്ടല്ല ജോത്സ്യന് ഇവിടെ മറ്റൊരു പറഞ്ഞെടുക്കാൻ പറ്റിയത്. അപ്പം ഈ കേൾവിയും കാഴ്ചയും ഒക്കെ പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടു. ആ അടിസ്ഥാനത്തിൽ ആ ഉള്ള കേൾവിയോ ഉള്ള കാഴ്ചയോ ഒരുത്തം വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കല്ല. എന്നാൽ മൊഹീദ്ദീൻ ശൈഖിനെ പറ്റി ഇല്ലാത്ത കാഴ്ചയും കേൾവിയുമാണ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നത്, അവിടെയാണ് ശിർക്ക് വരുന്നത്. അപ്പോൾ ജിന്നാവട്ടെ, ഇൻസാവട്ടെ, മലക്കാവട്ടെ, ഏതാവട്ടെ, ഒരു വിളി പ്രാർത്ഥനയാകുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ചോദിക്കുമ്പോഴാണ്. ഇല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയാൻ കഴിയില്ല. അതിനർത്ഥം പ്രാർത്ഥന അല്ലാത്തത് പറ്റും എന്നല്ല. ഇനി നിങ്ങൾ ചോദിച്ചല്ലോ എന്തുകൊണ്ട് പിന്നെ ഹറാമായി? അതാണ് അടുത്ത ചോദ്യം. ജിന്നാകുന്നതോടുകൂടി അത് ഹറാമായി മാറി. ജിന്നാകുന്നതോടുകൂടി ഹറാമായി മാറി പല കാരണങ്ങളാൽ. ഏതുപോലെ മദ്യം കഴിക്കൽ ഹറാമാണ്. എന്തുകൊണ്ട്? ലഹരിയുണ്ട് എന്നതുകൊണ്ട്. മദ്യത്തിൽ ലഹരിയുണ്ട്, ലഹരിയുള്ളതെല്ലാം ഹറാം. ഒരാൾ ചോദിക്കുക എന്നാൽ ലഹരി ഇല്ലാത്ത മദ്യം കഴിക്കാൻ പറ്റുമോ ചോദിച്ചാലോ? ലഹരി ഇല്ലാത്ത മദ്യം കഴിക്കാൻ പറ്റുമോ? ലഹരി ഇല്ലാത്ത മദ്യമാവുമോ? ലഹരി ഇല്ലാത്ത മദ്യം ഉണ്ടാ. ഇനി ഒരുത്തൻ കട്ടൻ ചായക്ക് മദ്യം എന്ന് പേരിട്ടാലോ ഒരു കുഴപ്പമില്ല, അവന് കുടിക്കാം. കട്ടൻ ചായക്ക് പോവാൻ മദ്യം എന്ന് പേരിട്ടു, വായ്മ എഴുതി വെച്ചു മദ്യം, എന്നാൽ കുടിക്കാൻ പറ്റില്ല എന്ന് അറിയാൻ പറ്റുമോ? അപ്പം ലഹരിയുള്ളത് കൊണ്ടാണ് മദ്യം ഹറാം. ലഹരി ഇല്ലാത്തൊരു ഘട്ടം മദ്യത്തിനില്ല. എന്നതുപോലെ ജിന്നാകുന്നതോടുകൂടി അത് ഹറാം. എന്തുകൊണ്ട്? സാധാരണഗതിയിൽ പിശാചുക്കളാണ്, ദുഷിച്ച ജിന്നുകളാണ് മനുഷ്യന്മാരുടെ ഇറങ്ങുക. മുസ്ലിം ജിന്നുകൾ അവർക്ക് അള്ളാഹും റസൂലും പഠിപ്പിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നു. മുസ്ലിമുണ്ട്, കാഫിറുണ്ട്, അള്ളാഹ് പഠിപ്പിച്ചതാണ്. നല്ലോനുണ്ട്, ചീത്തയുണ്ട്, വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞതാണ്. ഈ അവിശ്വാസികളായ ജിന്നുകൾ അതാണ് ശൈത്താന്മാർ. ഇബ്ലീസിൻ്റെ മക്കളാണ് എല്ലാം. ഇബ്ലീസിൻ്റെ മക്കളാണ് എല്ലാം. അതിൽ നല്ലോനുണ്ട്, ചീത്തണ്ട്. നല്ലതാണ് സ്വാലിഹായ മുസ്ലിമീങ്ങളായ ജിന്നുകൾ, അല്ലാത്തതാണ് ശൈത്താന്മാർ. ഈ പിശാചുക്കളാണ് മനുഷ്യന്മാരുടെ ഇറങ്ങുക. എന്തിനായി ഇറങ്ങുന്നത്? മനുഷ്യനെ വഴി തെറ്റിച്ച് ശിർക്ക് ചെയ്യിച്ച് നരകത്ത് കൊണ്ടുപോയി ചാടിക്കാൻ. മനുഷ്യനെ ശിർക്കിലേക്ക് കൊണ്ടുപോയി നരകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അവൻ വരിക. അതുകൊണ്ട് തന്നെ അവൻ മുഴുവൻ സമയവും നമ്മെക്കൊണ്ട് എങ്ങനെ ശിർക്ക് ചെയ്യിക്കാൻ പറ്റും എന്ന പരിശ്രമത്തിലാണ്. അങ്ങനത്തെ ഒരാളുമായി ഒരു ബന്ധവും നമുക്കില്ല. അവൻ നമ്മുടെ ശത്രുവാണ്. ഇന്ന ശൈത്വാൻ ലക്കും അദുവ്വൻ ഫത്തഖിദുഹു അദുവ്വ.
പിശാച് നിങ്ങളെ ശത്രുവാണ്, ശത്രുവായി കാണണം. അത് ഓനുമായി യാതൊരു ബന്ധവുമില്ല. 24 മണിക്കൂറും തക്കം കിട്ടി നമ്മളെ കൊല്ലാൻ നടക്കുന്ന മനുഷ്യൻ ഓനെ വഴിയിൽ നിന്ന് കണ്ടാൽ നമ്മൾ ചിരിക്കും കൂടില്ല. കാരണം എന്താ, ഓൻ എന്നെ കൊല്ലാനായിട്ട് എടുക്കുകയാണ്, അത് ഓൻ്റെ അടുത്തേക്കാണ് പോകാൻ പറ്റില്ല അറിയും. എന്ന പോലെ ശൈത്താൻ നമ്മളെ പഴിപ്പിക്കാനായിട്ട് ഒപ്പം കൂടിയാണ്. അത് ഓനായിട്ട് യാതൊരു ബന്ധവുമില്ല, അടുക്കാൻ തന്നെ പറ്റൂല. ഭൗതികമായത് ചോദിച്ചാൽ പോലും ഈ ചോദ്യം വെച്ചുകൊണ്ട് അവൻ നമ്മളെ പിടികൂടും. പിറ്റേന്ന് വേറെ ആവശ്യം ഉണ്ടാകുമ്പോൾ ഇവൻ തന്നെ തോന്നിപ്പിക്കും ഓനെ വിളിച്ചാൽ മതി. അങ്ങനെ ഇവൻ ശിർക്ക് ചെയ്യും. അതാണ് ശിർക്കിലേക്കുള്ള വസീല. ഒന്ന്. മറ്റൊന്ന്, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ, പരലോകത്ത് വെച്ച് റബ്ബല്ലാത്തവരെ ആരാധിച്ചു പോകുന്ന ജിന്നും ഇൻസുമായ ആളുകൾ പരസ്പരം കാണുമ്പോൾ അവിടുന്ന് പറയും, റബ്ബേ ഞങ്ങൾ പരസ്പരം ആനന്ദമെടുത്തു, പരസ്പരം സുഖമനുഭവിച്ചു. ഉസ്മാൻ സാഹിബിൻ്റെ മുഖ്യശത്രു എന്ന പുസ്തകത്തിൽ വിശദമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ആനന്ദമെടുക്കൽ ഇതിൽ വരുന്നുണ്ട്. ആ ആനന്ദമെടുക്കൽ ഹറാമാണ്, അതുകൊണ്ട് ഇതും ഹറാമാകും. മൂന്നാമത്തെ കാരണം, അല്ലാഹു റസൂലിൻ്റെ കാലത്ത് ജിന്നുകളുണ്ട്. അതിൽ മുസ്ലിമായ ജിന്നുകളുണ്ട്, അല്ലാത്തവരുമുണ്ട്. മുസ്ലിമായ ജിന്നുകൾ സ്വാഭാവികമായും നബിയുടെ സ്വഹാബിമാരാണ്. എന്നിട്ട് പോലും അല്ലാഹുവിൻ്റെ റസൂല് ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരൊറ്റ ജിന്നിനെയും ഉപയോഗപ്പെടുത്തിയില്ല. ഒരാവശ്യം അവരോട് പറഞ്ഞില്ല. ഭൗതികമായത് പറഞ്ഞില്ല, അഭൗതികമായത് എന്തായാലും പറയില്ല, അത് ശിർക്കാണ്. ഭൗതികമായതും പറഞ്ഞില്ല, ഒരാവശ്യം ഉന്നയിച്ചില്ല, ഒരു ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തിയില്ല. ബദറും മുഹദും എല്ലാം ഉണ്ടായപ്പോഴും നിങ്ങൾ നാളെ വരണമെന്ന് പോലും പറഞ്ഞില്ല. അപ്പോൾ ആ വഴി നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല, നമുക്കതിന് അനുവാദമില്ല എന്ന് വ്യക്തമായി. അതുകൊണ്ടും അത് പാടില്ല. ഈ 3 കാരണം കൊണ്ട് ജിന്നാകുന്നവർ കൂടി അത് നിഷിദ്ധമായി മാറി. ഭൗതികമായതുകൊണ്ട് ഹലാൽ എന്ന് വരൂല. ഭൗതികമാണെങ്കിലും അല്ലാഹു റസൂൽ അനുവദിക്കുമ്പോഴേ ഹലാലാവുള്ളൂ, ഇല്ലാത്തത്തോളം അതെന്തല്ല, ഹലാലല്ല. ഉപചോദ്യമുണ്ട്. ഇപ്പോൾ സത്യത്തിൽ മൗലവി, ഇപ്പോൾ സക്കരിയ മൗലവിക്ക് ഒരു ഗണ്ണനാണ് നടത്തിയത്. കാരണം മുസ്ലിം ജിന്നാണെങ്കിൽ വസീലത്തിൽ ഷിർക്കും, കാഫിർ ജിന്നാണെങ്കിൽ ഷിർക്കുമാണ് എന്നാണ് സക്കരിയ മൗലവി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മൗലവി പറഞ്ഞ എല്ലാ ജിന്നും അഥവാ മുസ്ലിം ജിന്നും ഒരിക്കലും ബന്ധപ്പെടില്ല മനുഷ്യനായിട്ട്, അവൻ വേറെ സ്ഥലത്ത് ജീവിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാഫിർ ജിന്നാണ്, അത് വസീലയിലെ ഷിർക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സത്യത്തിൽ സക്കരിയ മൗലവിക്ക് ഒരു എതിരായിട്ടാണ് ഇപ്പോൾ മൗലവി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. സക്കരിയ മൗലവിൻ്റെ നേരെ വിപരീതമാണ് മൗലവി പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങൾ ഇപ്പോൾ ഈ മൗലവി ഇവിടെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ സക്കരിയ മൗലവിക്ക് പറഞ്ഞു കൊടുത്താൽ തന്നെ ഈ സംഘടനയിലെ പ്രശ്നങ്ങൾ തീരും. സംഘടനയിലെ പ്രശ്നങ്ങൾ ഓക്കെ. യഥാർത്ഥത്തിൽ സക്കരിയ ഇതേപോലെ സക്കരിയ സുലൈമാനെ മുമ്പിൽ വെച്ച് നിങ്ങൾ ചോദിക്കണേ, നിങ്ങൾ പറയും ഇത് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ വാദമാണല്ലോ എന്നറിയും. ഫൈസൽ മുസ്ലിയാർ ഞങ്ങളോട് ഒന്നും പറഞ്ഞതാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞത്. യഥാർത്ഥ സക്കരിയ സുലൈമാനി ഞാനീ പറഞ്ഞതിനപ്പുറം ഒരു ഹർഫ് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹവുമായി വിശദമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇന്നും സംസാരിച്ചിട്ടുണ്ട്. ഇതിനപ്പുറം ഒരു ഹർഫ് സക്കരിയ സുലൈമാനിയും പറഞ്ഞിട്ടില്ല, ജബ്ബാർ മൗലവിയും പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞത് ഇതേ വാദം തന്നെയാണ്. പിന്നെ ഒരു കഷ്ണം മുറിച്ചിട്ട് കൊണ്ടുപോയി അപ്പുറത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ തോന്നും, ഇത് അപകടമാണല്ലോ, അതുകൊണ്ടാണല്ലോ പിന്നെ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് ഉണ്ടായി എന്ന് നമ്മൾ ചില നേതാക്കന്മാർ പ്രസംഗിച്ചത്. ഒരു തെറ്റിദ്ധരിച്ച ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല. ഓർക്ക് ഇങ്ങനത്തെ ചില ക്ലിപ്പ് കൊണ്ടുപോയി കൊടുത്തു ചില മനുഷ്യന്മാർ. അത് കണ്ടപ്പോൾ ഓര് തോന്നി ഇങ്ങനെയാണോ, എന്നാൽ പിന്നെ അങ്ങനത്തെ കേൾക്കും. കരിമ്പിലാക്കൻ്റെയും അലിമദൻ്റെയും ഒരു സറഹടക്കാണ് ഈ ക്ലിപ്പ് കേൾക്കുന്നത്, ഓരോ വിശദീകരണം അടക്കം. അപ്പം തെറ്റിദ്ധരിച്ചു. അത് സമ്മേളന സുവനീറിലടക്കം വന്നു, പ്രാർത്ഥിക്കാമെന്ന് വാദിച്ചു. എന്നിട്ട് പിന്നെ വിജനത്തിൽ തിരുത്തി എഴുതി, പ്രാർത്ഥിക്കാമെന്നല്ല പറഞ്ഞത് എന്ന് ഇപ്പോൾ വിജനത്തിൽ തിരുത്തി വന്നു. അപ്പോൾ എല്ലാം അങ്ങനത്തെ സക്കരിയ സുലൈമാനുമായി നയിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ അവസരം ഉണ്ടാവുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സക്കരിയ സുലൈമാനെ പറ്റി പറഞ്ഞിട്ടൊന്നും ശരിയല്ല. അപ്പോൾ സക്കരിയ സുലൈമാനി പറഞ്ഞതുകൊണ്ടല്ല സംഘടനയിൽ പ്രശ്നം ഉണ്ടായത് എന്ന് മനസ്സിലാവും. ഇതിനപ്പുറം സക്കരിയ സുലൈമാനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതുകൊണ്ടാണ് കുഴപ്പമുണ്ടായത് വരാം. ഇത് തന്നെ പറഞ്ഞിട്ടുള്ളൂവെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞെന്താ, ഞാൻ ഈ പറഞ്ഞതൊക്കെ സക്കരിയ സുലൈമാനിക്ക് പറഞ്ഞു കൊടുത്താൽ പ്രശ്നം തീരുന്ന. അപ്പോൾ സക്കരിയ സുലൈമാനി ഞാൻ ഈ പറഞ്ഞതേ പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ പിന്നെ അതുകൊണ്ടല്ല പ്രശ്നം ഉണ്ടായത്. പിന്നെ പ്രശ്നം ഉണ്ടായത് എന്താണ്, അത് വേറെ ചില മനുഷ്യന്മാരെ കൊണ്ടാണ്. കാരണം ഞാൻ ഈ പറഞ്ഞത് തന്നെ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല എന്നല്ലേ. ഈ പറഞ്ഞതേ സക്കരിയ സുലൈമാനി പറഞ്ഞുള്ളൂ, ഈ പറഞ്ഞതേ ജബ്ബാർ മൗലവിയും പറഞ്ഞുള്ളൂ. അപ്പം അതുകൊണ്ട് പ്രശ്നം തീരുന്നതാണെങ്കിൽ അപ്പം പിന്നെ ഓരോ പറച്ചിലുകൊണ്ടല്ല പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. പിന്നെ മിണ്ടാലും അടി മിണ്ടാഞ്ഞാലും അടി എന്ന് പറഞ്ഞാൽ മറ്റോ ഓങ്ങിക്കാണ്. ആ പ്രശ്നമാണ് സംഘടന ഉണ്ടായത്. എന്തു പറഞ്ഞാലും അവിടെ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ സക്കരിയ സുലൈമാനി പറഞ്ഞു വയ്ക്കുക ഞാൻ ഈ പറഞ്ഞ എല്ലാം അബദ്ധമാണ്, ഞാൻ തൗബ ചെയ്തു എന്ന് പറഞ്ഞു വയ്ക്കുക. എന്നാ പ്രശ്നം തീരുമോ? എന്നാ തീരുമോ? ഇത് കൊല്ലങ്ങളായി പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന് സലഫിയത്തിനെ തകർക്കാൻ ഈ വക പല ഹദീസുകളും തങ്ങളെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് മനസ്സിലായ ചില മനുഷ്യന്മാർ ഇതിനുള്ളിൽ ബാക്കി വന്നപ്പോൾ മടവൂരാളൊപ്പം പോകേണ്ട ചിലർ പോകാതെ അവിടെ നിന്നു.
സംഘടനയും സംവിധാനവും ഒക്കെ ഇവിടെ ആയതുകൊണ്ട് പോലെ അവിടെ തന്നെ നിന്നു. അങ്ങനത്തെ ആളുകളെ ഉള്ളിൽ സിഹറില്ല, കണ്ണേറില്ല, ഈ വക ഏർപ്പാടൊന്നുമില്ല എന്നാണ് ഓല വിശ്വാസം ഇപ്പോഴും. അതിനെതിരായി ഇതൊക്കെ ഉണ്ടെന്ന് പറയണവന് കണ്ണിലെ കരടായി, അതൊരു അപശബ്ദമായി ചിലർക്ക് മനസ്സിലായപ്പോൾ ആ കരട് നീക്കുക, ആ അപശബ്ദം നീക്കുക എന്നതിനുള്ള ഒരു അജണ്ടയായിട്ട് ഇത് നടപ്പാക്കി. അത് തൽക്കാലം ഒരു ബോംബാണ് ഇട്ടു, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാന്നാണ് പറയണത്. അപ്പോൾ സാധാരണക്കാർക്ക് ഇത് അറിയില്ലല്ലോ. ഓല അവിടുന്ന് പോലും കേട്ടപ്പോൾ എന്താ റബ്ബേ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാന്നോ, എന്നാൽ പിന്നെ പോണേക്ക് പോട്ടെ, സക്കറിയ സുലൈ ആയാലും വേണ്ടില്ല, ഹുസൈൻ സലീഫ് ആയാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, നമുക്കൊരാവശ്യമില്ല എന്ന് സാധാരണക്കാർ തീരുമാനിക്കും. ആ ഒരു പോയിന്റ് ദുരുപയോഗം ചെയ്തിട്ട് ചില മനുഷ്യന്മാർ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ സക്കരിയ സ്വലാഹിയോട് ഈ വിഷയം പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, ഞാൻ ഈ പറഞ്ഞ് തന്നെയാണ് സ്വലാഹി പറഞ്ഞത്, അത് പറഞ്ഞാൽ പ്രശ്നം തീരുമെന്നാണെങ്കിൽ അദ്ദേഹം അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എന്നൊന്നും തീർന്നിട്ടില്ല. അപ്പോൾ അതല്ല പ്രശ്നത്തിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കാം. മൗലവി പറഞ്ഞു KJU അഥവാ ഇപ്പോൾ KNM കണ്ണേറ് വലിക്കൂല, സിഹർ വലിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് പറഞ്ഞിട്ടില്ല. ഇപ്പൊ മൗലവി അങ്ങനെയല്ല പറഞ്ഞത്, അതിന് വേണ്ടിയിട്ടാണ് മറ്റൊരിതാക്കിയത്. അല്ലല്ല, പിന്നെന്താണ് അവിടെയാണ് വ്യത്യാസം. അപ്പൊ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെ ക്ലിപ്പുണ്ടാവില്ലേ, ഇങ്ങനെ തന്നെ ഈ ക്ലിപ്പൊക്കെ ഉണ്ടാവില്ലേ. ഇത്രയും മനുഷ്യന്മാരെ മുമ്പ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് എന്താ, KJU സിഹർ ഇല്ലാന്ന് പറഞ്ഞു. എന്നാ KJU മെമ്പറാണ് ഞാനും, KJU ഉത്തരവാദപ്പെട്ട മെമ്പറാണ് ഞാൻ, KNMന്റെ മണ്ഡലം എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ, ശാഖ ജോയിന്റ് സെക്രട്ടറിയാണ് ഞാൻ. അപ്പോൾ KJU പറഞ്ഞാൽ എനിക്കും ബാധകല്ലേ? KJU പറഞ്ഞിട്ടില്ല. KJU ഔദ്യോഗികമായി എന്നും പറഞ്ഞത് സിഹർ ഉണ്ട് തന്നെയാണ്. അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത മനുഷ്യന്മാരായിട്ടുണ്ട് ഞാൻ പറഞ്ഞത്. ഈ ബുക്കിൽ പറഞ്ഞു സിഹറിന് യാഥാർത്ഥ്യമുണ്ട്, വ്യക്തമായി പറഞ്ഞു. കണ്ണേറുണ്ട്, ജിന്നുബാധ ഉണ്ട്, ഇതിലുണ്ട് ജിന്നുബാധ ഉണ്ട്, ഈ ബുക്കിലുണ്ട്. പുതിയ പതിപ്പറിഞ്ഞ് അതിലുണ്ട്, പാഠപുസ്തകത്തിലുണ്ട്, ഖുർആൻ പരിഭാഷയിലുണ്ട്, അമാനിമൊഴി എഴുതിയിട്ടുണ്ട്, ഇസ്ലാമിക ജീവിതത്തിലുണ്ട്. അവിടെ ഒന്നും KJU തർക്കമില്ല, KNM തർക്കമില്ല. ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തവർ KJU ചില മനുഷ്യന്മാരുണ്ട്. ഓലും മടവിനൊപ്പം പോകേണ്ടവരായിരുന്നു, പക്ഷെ പോയില്ല. ഓല് അന്ന് പോയിരുന്നെങ്കിലോ ഈ ഒച്ചപ്പാടൊന്നും ഇപ്പം ഉണ്ടാവില്ല. ഓല് ഇവിടുത്തെ നിന്നു. ഇന്നലെ അബ്ദുസ്സലാം സുല്ലമിൻ്റെ വാദം ഇവിടെ ഇത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. അബ്ദുസ്സലാം സുല്ലമി അന്ന് തന്നെ പോയി, എനിക്കിവിടെ പറ്റൂല, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ആ പോകേണ്ട ചില മനുഷ്യന്മാർ ബാക്കിയായി. അവർ ഈ പറഞ്ഞൊന്നും അംഗീകരിക്കുന്നില്ല. സിഹർ ഉണ്ടെന്ന് KJU പറഞ്ഞാലും അതിനപ്പുറം പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഇരുവേറ്റി പറഞ്ഞല്ലോ, ബുഖാരില്ല, ബുഖാരിൻ്റെ വാപ്പ് പറഞ്ഞാലും എനിക്ക് സ്വീകാര്യമില്ല. അപ്പം അങ്ങനത്തെ ആ ഇരുവേറ്റിയും ഈ പുറത്താക്കപ്പെടുന്നവരെ KJU ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെ KJU പറഞ്ഞ കാലത്തും ഇയാൾ ഇതിനുള്ളിലുണ്ട്. അപ്പം അയാളുടെ വിശ്വാസം എന്താണ്? സ്വീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്. തോട്ടുക്കരുടെ ബുഖാരി എന്നാണ് വേറൊരാൾ പറഞ്ഞത്, അയാളും ഇതിന് മെമ്പർ തന്നെയാണ്. ആരാവട്ടെ, സിഹർ ഇല്ല എന്ന് പറഞ്ഞാൽ എത്രയോ മനുഷ്യന്മാരുണ്ട്, പോലും ഇതിന് മെമ്പർമാരാണ്. അപ്പം KJU ഔദ്യോഗികമായി പറഞ്ഞ സിഹർ ഉണ്ട് തന്നെയാണ്, കണ്ണേർ ഉണ്ട് തന്നെയാണ്. അത് KJU പറയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന മനുഷ്യന്മാർ ഇതിനുള്ളിലുണ്ട്. അപ്പം പറയണവരൊക്കെ ഓലക്കെതിരായി, പറയുന്നവരൊക്കെ അപശബ്ദമായി. ഓല ഒഴിവാക്കണം, ഓല മാറ്റിർത്തണം, അത് പിളർപ്പായാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഐക്യപ്പെടണേ എന്ന് ഹുസൈൻ സലീഫ് പറഞ്ഞപ്പോൾ അതും കുഴപ്പമായത്, അതും കുഴപ്പമായി. കാരണം എന്താ, അത് നടക്കൂല. അപ്പം യഥാർത്ഥത്തിൽ ഇതൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ ഒന്നും വേണ്ട. അമാനി മൗലവിയുടെ തഫ്സീറിൽ സൂത്തുൽ ഹിജ്നും ശൈത്വാനും എന്ന വ്യാഖ്യാനക്കുറിപ്പ് അത് അംഗീകരിക്കുന്ന എല്ലാ ഷാഖിലെ എല്ലാവരും വിളിച്ചു കൂട്ടുക. നമ്മൾ KNMന്റെ പള്ളിയാണല്ലോ, KNM ഔദ്യോഗികമാക്കിയ പരിഭാഷയാണല്ലോ ഇത് നമ്മളൊക്കെ ഒന്ന് വായിക്കുക. പള്ളിക്ക് എല്ലാവരെയും വിളിച്ചുവിട്ടിട്ട് ഈ പരിഭാഷ വായിച്ചിട്ട് ഇതെല്ലാവർക്കും അംഗീകരിക്കാമെന്ന് ഒപ്പിടല്ലോ വെച്ചാൽ എത്ര ആൾ ഒപ്പിടും? ജമിയത്തുൽ ഉലമയ്ക്ക് ഈ പുസ്തകം ഇത് നമ്മളെ പള്ളിയിൽ വായിച്ചിട്ട് ഇത് നമ്മളെല്ലാവരും അംഗീകരിക്കാമെന്ന് ഒപ്പിടാൻ പറഞ്ഞാലോ എത്ര ഒപ്പിടാത്തവരുണ്ടാവും? അതേപോലെ ഇസ്ലാമിക ജീവിതം എന്ന അമാനിമയുടെ പുസ്തകം നമ്മളൊക്കെ പള്ളിക്കലുണ്ട്. അതിൽ വിവിധ വിഷയങ്ങൾ എന്ന അധ്യായം വായിച്ചിട്ട് ഈ അധ്യായമാണ് നമ്മുടെ ആദർശം എന്ന് പറഞ്ഞാൽ നമ്മളെ പള്ളി കമ്മിറ്റി അംഗീകരിക്കാത്തുണ്ടാവും. ഡോക്ടർ ഉസ്മാൻ സാഹിബ് KNMന്റെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം എഴുതിയ മുഖ്യശത്രു എന്ന പുസ്തകം ഇപ്പോൾ അത് മനുഷ്യന്റെ യഥാർത്ഥ ശത്രു എന്ന പേരിൽ അത് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ബുക്ക്, അവസാനത്തെ പതിപ്പ്, ഇൻസാഫ് ഇതാണ്. ഈ പുസ്തകത്തിൽ പറഞ്ഞതൊന്ന് വായിച്ചിട്ട് ഇതാണ് ശരി എന്ന് അംഗീകരിക്കാതെ പറഞ്ഞാൽ അംഗീകരിക്കാത്തവരുണ്ടാവും. അപ്പം ആരാ കുഴപ്പക്കാർ? ഇത് അംഗീകരിക്കുന്നവനല്ല. ഞാൻ പറയുന്നു, സക്കരിയ സ്വലാഹിയും ജബ്ബാർ മലിയും ഞാനും ഈ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും ഇതിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബ് എന്ത് പറഞ്ഞോ അതിനപ്പുറം പിശാചുമായി ബന്ധപ്പെട്ട് ഒരു അർത്ഥം വിശ്വസിക്കുന്നില്ല. വിവിധ വിഷയങ്ങൾ എന്ന വിഷയത്തിൽ അമാനി മൗലവി എന്ത് പറഞ്ഞോ അത് തന്നെ വിശ്വസിക്കുന്നു. പരിഭാഷയിൽ അമാനി മൗലവി എന്ത് പറഞ്ഞോ അത് തന്നെ വിശ്വസിക്കുന്നു. എന്നിട്ടും ഈ വിശ്വസിക്കുന്നവൻ കുഴപ്പക്കാരും ഇതിനപ്പുറം വിശ്വസിക്കുന്നവന് ശരിയായ സംഘടനക്കാരുമായെങ്കിൽ അപ്പം മന്ത് മറ്റേ കാലിലാണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല.